ഹലോ ഗൈസ്, ഇവിടെ നമ്മൾ ചക്കച്ചുളകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ ചക്ക കുമ്പളപ്പം, അതുപോലെ തന്നെ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ച്. അപ്പോൾ നമുക്ക് ചക്ക കുമ്പളപ്പം ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയാലോ. അങ്ങനെ നമ്മൾ ചക്കച്ചുളകളെല്ലാം ഇങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഭക്ഷണയില എടുത്തിട്ടുണ്ട്. ഇവിടെ ഭക്ഷണയിലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഭക്ഷണയില വെച്ചാണ് നമ്മളിന്ന് കുമ്പളപ്പം റെഡിയാക്കി എടുക്കുന്നത്. ചക്ക കുമ്പളപ്പമാണ്. കുമ്പളത്തിന് കുമ്പിൾ കുത്താം. അതിനായിട്ട് നമ്മൾ കുമ്പിൾ കുത്താൻ പോവാണ്. ഈക്കിലെടുത്തിട്ടുണ്ട്. ഈക്കിൽ നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഈക്കിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഭക്ഷണയില എടുക്കുകയാണ്. ഭക്ഷണയില എടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ കുമ്പിൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുമ്പിൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചാണ് ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. നമ്മുടെ പച്ചരി ഇവിടെ ചെറിയ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുമ്പളകളെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മളങ്ങനെ ഇത്രയും കുമ്പിൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കയെല്ലാം. ഇനി നമുക്ക് കുമ്പളപ്പം റെഡിയാക്കാം. നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചിരകി ചേർത്ത് കൊടുത്തു. തേങ്ങ ചിരകി ചേർത്ത് കൊടുത്തു. നമ്മൾ പൊടിച്ച് വെച്ച് പച്ചരിക്കകത്ത് ചുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് കറക്കിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതെല്ലാം ജസ്റ്റ് കറക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പാചകത്തിലോട്ട് എടുക്കാം. അങ്ങനെ ചക്കയെല്ലാം പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുകയാണ്. ചക്കയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് എടുക്കാം. തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ച് വെച്ച്, തേങ്ങയും പച്ചരി അരച്ച് വെച്ച് അതിലോട്ട് നമ്മൾ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ചക്കയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് കുറച്ച് ചക്ക നമ്മൾ അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കുറച്ച് ചക്ക നമ്മൾ അല്ലാതെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തമ്മിൽ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത് തമ്മിൽ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. ടേബിൾ സ്പൂൺ ഗോതമ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ അടുത്ത കുമ്പളപ്പം റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത കുമ്പളപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയുടെ അളവ് മാവിനേക്കാൾ കൂടുതൽ നിൽക്കണം. അങ്ങനെ നമ്മൾ ചക്കക്കുമ്പളപ്പം ഇത്രയെണ്ണം റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അരി പൊടിക്കൊന്നും വേണം, തരിയോടുകൂടിയാണ് പൊടിച്ചെടുക്കുക. കുമ്പളപ്പം എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പാചകത്തിലോട്ടങ്ങ് കിടക്കാം. അങ്ങനെ നമ്മൾ കുമ്പളപ്പം എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് പാചകത്തിലോട്ടങ്ങ് കിടക്കാം. പാത്രത്തിലോട്ട് ഓരോ കുമ്പളപ്പം വെച്ച് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 എണ്ണം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള കുമ്പളപ്പം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം.
നമ്മൾ കുമ്പളപ്പം എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ആദ്യമൊക്കെ നല്ല കുമ്പളം തുറന്ന് നോക്കി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സേവമേലോട്ട് മാറ്റാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കുമ്പളപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടിപൊളി കുമ്പളപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയൊക്കെ കൊണ്ട് സീസണാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി കുമ്പളപ്പമാണ്. കുമ്പളപ്പത്തിനേക്കാളും വെറൈറ്റി കുമ്പളപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണേ.